മറ്റു വാർത്ത നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കർണാടകയിലെ ഷിരൂരിലേക്കാണ് പോകേണ്ടത്. അവിടെ ഓഗസ്റ്റ് 16-നാണ് അർജുനെ കാണാതായത്. അപ്പൊ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇപ്പോഴും അങ്ങനെ ഒരു പ്രതീക്ഷ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഏതാണ്ട് 2 മാസം പിന്നിടുകയാണ് ഈ സംഭവം നടന്നിട്ട്. അപ്പോൾ ഈ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ, അർജുൻ എവിടെ എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. ഇന്ന് തിരച്ചിൽ കാര്യക്ഷമമായി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഡ്രഡ്ജർ അടക്കം അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ ലോറിയുടെ ലോഹഭാഗങ്ങളും മറ്റും കണ്ടെടുത്ത സ്ഥലത്താണ് ഇന്ന് തിരച്ചിലുണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക്. ഡ്രഡ്ജർ ഉപയോഗിച്ച് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ലോറിയുടെ ലോഹഭാഗങ്ങളും കയറും കണ്ടെത്തിയ സ്ഥലത്താണ് ഇന്നത്തെ തെരച്ചിൽ. മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപെ ഇന്ന് തെരച്ചിലിന് ഇറങ്ങിയിട്ടുണ്ട്. അർജുന്റെ കുടുംബത്തിന് നൽകിയ ഉറപ്പ് പാലിക്കാനായാണ് തെരച്ചിലിന് ഇറങ്ങിയതെന്ന് ഈശ്വർ മാൽപെ പറഞ്ഞു. നമുക്ക് നേരത്തെ ഒരു പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ടഗിൻ്റെ ആളെ കീഴെ പോയിട്ടെല്ലാം തേടുന്നെന്ന്. ഇപ്പം ഞാൻ പിന്നെ കേട്ടതെങ്ങ് പിന്നെ പെർമിഷൻ കിട്ടി. ഇന്ന് കാലിലെ 6 മണിക്ക് തുടങ്ങുമെന്ന് തോന്നി. ഞാൻ 6 മണിക്ക് വന്ന് ഇപ്പോൾ ഞാൻ പ്രൈവറ്റിൽ വന്ന് ആ സൈഡിൽ ഇപ്പോൾ ഡ്രസ്സർ ആക്കണ മുന്നാടി നമ്മളവിടെ കണ്ട എന്നെ സിലിട്ടാണ്. എന്നാൽ ഇപ്പോൾ 60 ദിവസമായി. 60 ഇപ്പോൾ ഏത് ബോഡിയെങ്കിലും 60 ദിവസത്തിൽ ഏത് മാംസം കണ്ട ഒന്ന് നിൽക്കത്തില്ല. ഒന്ന് സിലിട്ടാണ്. അതിനിപ്പോൾ കീഴെ പോയിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പോയിട്ട് തേടും. പിന്നെ ആ സമയത്തിൽ അവരിപ്പോൾ ഡ്രസ്സറിൽ എടുക്കുന്ന സമയത്തിൽ നമ്മൾ വെളി സൈഡിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വിസിബിലിറ്റി ഒക്കെ ആയിരിക്കും. പറവില്ല, നല്ലതായിട്ടുണ്ട്. ഇപ്പോൾ അത്ര സ്പീഡ് 1.0 അത്ര സ്പീഡിൽ വെള്ളമുണ്ട്. പിന്നെ വെള്ളം പിന്നെ ഇങ്ങനെ ക്ലിയർ ആയിട്ടുണ്ട്. നേവി മാർക്ക് ചെയ്ത പോയിന്റുകൾ തന്നെ കേന്ദ്രീകരിച്ചായിരിക്കും. നേവി മാർക്കാക്കിയത് 3 അവിടെ തന്നെ മേൽഭാഗത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ല ആ സൈഡ്. അത് മാർക്കിലെ ഒന്നുമില്ല, ഫുള്ള് മണ്ണലുണ്ട്. മണ്ണിൽ പിന്നെ കല്ലുണ്ട്. ഇപ്പം ഞങ്ങളൊരു മെനഞ്ഞാന്ന് ഒരു മാർക്കാക്കിയിട്ടുണ്ട് കയറിൽ. ആ കയറിൽ ഇപ്പം ഇന്നലെ വന്ന് ഡ്രഡ്ജർ ആക്കിയ സമയത്തിൽ കയറ് കിട്ടി. ആ കയറ് അതേ സമയത്ത് അതിലടിഭാഗത്തിലുണ്ടോ നോക്കുന്നിപ്പോൾ സംശയമുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാം മണ്ണുണ്ട്. ഇപ്പം നമ്മളെ കയ്യിലതുകൊണ്ട് അതിനകത്ത് അത് വന്ന് ഇപ്പോൾ ഈ അത് സൈഡെങ്കിൽ ഇപ്പം നീര് എല്ലാം വിത്ത് ക്ലീൻ ആയിട്ട് സമയത്ത് ഒരു സൈഡെങ്കിൽ വേറെ ഇപ്പം 3 ആളുണ്ട്. ഇപ്പോൾ അർജുൻ പിന്നെ ജഗന്നാഥ് പിന്നെ ലോകേഷ് അവരുടെ വേറെ സെലിട്ടനാണ്ട് കിട്ടുമെന്ന് തേടാൻ പോകും. ഈ മാൽപ്പെ കുടുംബം മാൽപ്പയുടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉദ്ദേശത്തോട് തന്നെയാണോ? കണ്ടിപ്പായി. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ആ 3 വീട്ടുകാർക്ക് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ കയ്യിൽ എത്ര ചെയ്യണോ അത്ര ഞങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ ബോഡി എടുക്കാനായില്ല എന്ന് പറഞ്ഞാൽ ബോഡി എവിടെ നിന്ന് കാണില്ല. അപ്പോൾ വെള്ളം ഒരുപാട് കളക്കിരുന്നു. ഇപ്പോൾ വെള്ളം തെളിയായിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് ഇട്ടിട്ട് കണ്ട് അടിഭാഗത്തെല്ലാം സിലിട്ടൻ കിട്ടി അവർക്കൊരു ലാസ്റ്റ് അവസാനം ಒಂದು സദ്ഗതി ಇಲ್ಲ അന്തിമ ക്രിയ ചെയ്യാനുണ്ടാവുക. അതിനായിട്ട് ഞങ്ങളിപ്പോൾ 6 ഗಂಟೆ വന്ന് ഇവിടെ ചെയ്യും. ഞാനിപ്പോൾ മുതലായി ഇപ്പോൾ ഇറങ്ങാൻ പോകും. ഇപ്പോൾ ഈ തെരച്ചിൽ മുഴുനീളം ഉണ്ടാവുമല്ല, രാവിലെ മാത്രമാണോ എങ്ങനെയാണത്? ഇല്ല, ഞാനിപ്പോൾ വൈകുന്നേരം ഇവിടെ തന്നെ നിൽക്കും. പിന്നെ ഒരു 10 നാൾ അവർ വേലയാക്കാം. ആ 10 നാൾ ദിവസം അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നിന്നിട്ട് ആ തെരച്ചിൽ കാഴ്ചയാണ് ഞങ്ങൾ പണു.